നാളെ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാം ഏറ്റു പറഞ്ഞോളാം. അതില് അനന്തൻ മാഷിന് ഒരു റോളും ഉണ്ടാവില്ല. ഗൂഗിൾ അത് പക്ഷെ അത് മതി. ഇതിപ്പോ മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ പേരിൽ നാളെ മാഷ മകളുടെ ശത്രു ആകരുത്. മാഷേ, എനിക്ക് എന്തായാലും ജീവൻ രാജനോട് പകയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും എല്ലാവരും വിശ്വസിച്ചോളൂ. അപ്പോ ജീവൻ രാജ് എവിടെയുണ്ടെന്ന് നീ പോലീസിനോട് തുറന്നു പറയില്ലേ ഗൂഗിൾ? ഞാൻ പറയും മാഷേ, ഞാൻ എല്ലാം തുറന്നു പറയും. മാഷിന്റെ പേരൊഴികെ. ഇനി അഥവാ മാഷിന് സ്റ്റേഷനിൽ വരേണ്ടി വന്നാലും ഞാൻ പോലീസിന് കൊടുക്കുന്ന മൊഴി ദയവ് ചെയ്ത് മാഷ് തിരുത്താൻ ശ്രമിക്കരുത്. മാഷിന്റെയും കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മാഷേ, എന്നാ ഞാനിപ്പോ ഫോൺ കട്ട് ചെയ്യാണ്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ? ഹലോ ഗൂഗിൾ. ആ ഫോൺ കട്ട് ചെയ്തു. മോൾ അവനെ ഒന്നുകൂടി വിളിച്ചേ. ഇനി എന്തിനാ അച്ഛാ വിളിക്കുന്നത്? ഗൂഗിള് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞതാ ശരി. അച്ഛൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞ മഞ്ചാടി അച്ഛനോട് പൊറുക്കില്ല. അവള് മാത്രല്ല, ഇത് കേൾക്കുന്ന ആരായാലും അച്ഛന്റെ ഉള്ളിലെ നന്മ മനസ്സിലാക്കാതെ വിമർശിക്കാനേ ശ്രമിക്കും. ഗോകുല് നാളെ മൊഴി കൊടുക്കട്ടെ അച്ഛ. തൽക്കാലം അച്ഛൻ അതിൽ കൈ കടത്തണ്ട. ബാക്കി നമുക്ക് അതിന് ശേഷം ആലോചിക്കാം. അതാ അച്ഛാ നല്ലത്. സുശീലയുടെ വീടല്ലേ? ആ അതെ സർ. അവരല്ലേ ഇവിടെ? എന്താ സർ കാര്യം? ആളില്ലേ? ഉണ്ട്, വിളിക്കാം സർ. അമ്മേ. സുശീലയല്ലേ? അതെ. നാളെ 11 മണിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സ്റ്റേഷനിലോ? എന്തിന്? ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിന്റെ കാര്യം സംസാരിക്കാനാ. എന്തു പരാതിയാ? ആരാ പരാതി തന്നത്? ജീവൻ രാജ് എന്നൊരു പയ്യനെ കാണാതായില്ലേ? അതിന്റെ അന്വേഷണമാണ്. കൃത്യസമയത്ത് തന്നെ എത്തിയേക്കണം. CSI പറഞ്ഞിട്ടാ വന്നത്. ശരി, എത്തിക്കോളാം. രാവിലെ തന്നെ എത്തിക്കണേ. ഹലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ? ശോ, എനിക്കറിയില്ല. ആശുപത്രിയിലെ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾ കരുതുന്ന പോലൊന്നും ആവില്ല പോലീസ് അന്വേഷിച്ചിരിക്കുന്നത്. അവരെന്തൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ആ മഞ്ചാടി ഒറ്റ ഒരുത്തി ഇതിന്റെയൊക്കെ പിന്നാലെ നടന്ന് കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി എന്താകും എന്തോ. അല്ല, ഇവരെന്തിനാ സംസാരിക്കുന്നത്? പരിചയമുണ്ടാവും. ഓഫ്, ഇവനെ ഇപ്പൊ തന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്. പ്രതിഭയുടെ കാര്യം വല്ലതും സംസാരിക്കാൻ വേണ്ടി വന്നായിരിക്കും. നീ അകത്തേക്ക് വയ്ക്കോ, സുധനോട് ഞാൻ സംസാരിച്ചോളാം.
എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ആ അല്ല, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ആ ഉണ്ട്. അയാൾ എന്താ പറഞ്ഞത്? അല്ല, CI പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ഹാജരാവുന്ന കാര്യം അറിയിക്കാൻ വന്നാണെന്ന് പറഞ്ഞു. ഓരോ നാശങ്ങൾ കാരണം മനുഷ്യന് സ്വൈര്യമില്ലാത്ത അവസ്ഥയാ. ആ, നിന്റെ മോളും കണക്കാ. എന്നെ വെല്ലുവിളിച്ചിട്ടില്ലേ അങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കെതിരെ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്നാ അവള് പറഞ്ഞത്. എല്ലാം കൂടി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊടുക്ക്, എന്നെ പിടിച്ച് ജയിലിലെടുത്തേ, അപ്പൊ സമാധാനാവൂല്ലോ. പക്ഷേ അതിനു മുൻപ് നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ തെളിവുകള് അതെന്താണെന്ന് എനിക്കറിയണം. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അല്ല, എല്ലാത്തിനും തെളിവുകൾ നിന്റെ കയ്യിലുണ്ടെന്നാണല്ലോ നിന്റെ മോള് പറഞ്ഞത്. അത് ഞാൻ ചോദിക്കുമ്പോ ഉത്തരം പറയാൻ നിന്നാൽ എങ്ങനെയാ? അല്ല, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനായി പറഞ്ഞല്ല. ഓ, പറഞ്ഞത് ഏത് രീതിയിലും ആയിക്കോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എനിക്കറിയേണ്ടത് നിങ്ങൾ എന്തു മനസ്സിൽ വെച്ചാ ഇതൊക്കെ പറയുന്നതെന്നാ. വെറുതെ ഇല്ലാത്ത ഓരോന്നും പറഞ്ഞുണ്ടാക്കി എന്റെ തലയിൽ കയറാവുന്ന ആരെങ്കിലും മനക്കോട്ട കെട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു തീം ഈ സുശീലയുടെ വീട്ടില് വാഴാവെന്ന് വിചാരിക്കണ്ട. ഞാനത് വെറുതെ പറഞ്ഞതല്ല സുശീലേ. അന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോ അവിടെ വെച്ച് ഡോക്ടർ രാഹുലിനെ കണ്ടിരുന്നു. രാഹുലിന്റെ ചീഫാ സുശീലയെ പരിശോധിച്ചിരുന്നത്. അദ്ദേഹം വഴി രാഹുൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സുശീല പേടിക്കണ്ട, ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ദേ, ഇനി പറയാനും പോകുന്നില്ല. പിന്നെ ഡോക്ടർ രാഹുലും ഇതാരോടും പറയില്ല. കാരണം എന്താന്ന് വെച്ചാ, ആരെങ്കിലും ഇത് പുറത്തറിഞ്ഞ ആ ചീഫ് ഡോക്ടറിന്റെ സൽപ്പേരിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മളല്ലാതെ ഇനി ഒരാൾ ഇക്കാര്യം അറിയുന്നുള്ള പേടിയുടെ ആവശ്യമില്ല. ശരി. ആ, പിന്നെ എന്റെ മോൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ സുശീല അതൊന്ന് ക്ഷമിക്കണം. ഒരു കുടുംബമാകുമ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ കുടുംബത്തിനുള്ളിൽ തന്നെ നിൽക്കണം.